നമസ്കാരം. POK പാകിസ്ഥാന്റെ ഭാഗമല്ല, അതൊരു പ്രൊവിഷണൽ ടെമ്പററി അറേഞ്ച്മെന്റ് ആണ്. അതായത് താൽക്കാലികമായി UN അതിന്റെ ചുമതല പാകിസ്ഥാന് നൽകി എന്ന് മാത്രമേ ഉള്ളൂ. ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ പ്രകാരം ആ പ്രദേശം മുഴുവനായിട്ട്, ജമ്മു കാശ്മീരിന്റെ മുഴുവൻ പ്രദേശവും ഭാരതത്തോട് ചേരേണ്ടതാണ്. എന്നാൽ പാകിസ്ഥാൻ ഇത് തട്ടിയെടുക്കുകയായിരുന്നു. ആ സമയത്ത് നെഹ്റു ആണ് ഇവിടെ ഭരണം നടത്തിയിരുന്നത് കൊണ്ട് തന്നെ ആ പ്രദേശം പിന്നീട് പെട്ടെന്ന് തന്നെ കൈക്കലാക്കുവാനോ മറ്റു കാര്യങ്ങൾ നടത്തുവാനോ സാധിച്ചില്ല. ആ വിഷയത്തിൽ സർദാർ പട്ടേൽ ഇടപെട്ടുമില്ല. അങ്ങനെയാണ് ഈ POK പാക് അധീന കാശ്മീർ ആകുന്നത് തന്നെ. പിന്നീട് UN വിഷയം വന്നപ്പോൾ UN ഒരു ടെമ്പററി അറേഞ്ച്മെന്റ് മാത്രമാണ് ആ വിഷയത്തിൽ നടത്തിയത്. അത് പാകിസ്ഥാന് കൈമാറിയത്. അതിന്റെ അർത്ഥം എപ്പോൾ വേണമോ POK ഭാരതത്തിന് തിരിച്ചു പിടിക്കാം എന്നർത്ഥം. ഭാരതം ഒന്ന് കാത്തിരിക്കുകയാണ്. ഇതിനു മുന്നേ ഉള്ള ഗവൺമെന്റുകൾ ഇത് മറച്ചു വയ്ക്കുകയും അതിലൊരു നീക്കം നടത്താതിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. NDA അവരുടെ പ്രകടന പത്രികയിൽ തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു POK ഭാരതത്തിന്റെ ഭാഗമാകും എന്ന തരത്തിൽ. അതുകൊണ്ട് തന്നെ തീർച്ചയായും POKക്ക് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം നടത്തുക തന്നെ ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ടുകൊണ്ട് തന്നെ ഈ പ്രദേശം ഭാരതത്തോട് ചേർക്കുകയും ചെയ്യും. പക്ഷെ അവിടെ ഇപ്പോഴുള്ള ചില പ്രശ്നങ്ങൾ കാരണമാണ് ഭാരതം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പെട്ടെന്നുള്ള സ്റ്റെപ്പ് എടുക്കാത്തത്. അവിടുത്തെ ഭീകരവാദികളെ ഭാരതത്തിന് അടിച്ചോട്ടിക്കേണ്ടതുണ്ട്. അവരെ വെള്ളം കൊടുക്കാതെ കുറെ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് അവിടുന്ന് പലായനം ചെയ്യിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ ഭീകരവാദികളെ കൂടി ഭാരതത്തിലോട് ചേർത്ത് കഴിഞ്ഞാൽ ഭാരതത്തിന് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോഴൽപ്പം കാത്തിരിക്കുകയാണ്. കാരണം ഈ ഭീകരവാദികൾ എന്നേക്കുമായിട്ട് ഈ പ്രദേശത്ത് വെള്ളം കിട്ടാതാകുമ്പോഴൊക്കെ ഇവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വരും. അതിനുശേഷം മാത്രമായിരിക്കും ഭാരതത്തോട് ഈ POK ചേർക്കുന്നത്. എന്തായാലും അത് ചേർക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ അസീം മുനീറിനെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഇതുകൊണ്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഒരുപാടുണ്ട്. അത് ആ പൈസ അസീം മുനീർ നേടിയെടുത്തതിന് ശേഷം ഇപ്പോൾ സ്വിസ് ബാങ്കിൽ കൊണ്ടിട്ടതിൻ്റെയൊക്കെ കണക്കുകൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ളതായ നീക്കങ്ങളൊക്കെയും നടത്തിക്കൊണ്ട് ഒരു വല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ പോക്ക് തന്നെ. പാകിസ്ഥാൻ അടിമുടി തകർന്നിരിക്കുകയാണ്. POK ഉടൻ തന്നെ നഷ്ടപ്പെടും. ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാരണം നിയമവിരുദ്ധമായിട്ടാണ് ബലൂചിസ്ഥാൻ ഒരു സ്വന്തമാക്കിയുള്ളത്. സിന്ധ് ദേശം എന്ന് പറഞ്ഞാൽ പുതിയൊരു രാജ്യമായിട്ട് മാറും. പഞ്ചാബ് മാത്രമാണ് ഇപ്പോൾ കയ്യിലുള്ളത്. എന്തായാലും അവിടെയും പ്രശ്നങ്ങൾക്ക് തുടക്കമാകും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സൗദിയിൽ പല പ്രശ്നങ്ങൾ ഹൂത്തികളും സൗദിയുമായിട്ട് നടക്കുമ്പോൾ പാകിസ്ഥാൻ നേരിട്ട വിഷയത്തിൽ ഇടപെട്ടതിന്റെ കാരണം ഇതാണ്. പാകിസ്ഥാൻ പഞ്ചാബ് മേഖലയിൽ കൂടി ഈ അസ്ഥിരത വ്യാപിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ള കാര്യം പാകിസ്ഥാന് ഉറപ്പുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ വിഷയത്തിൽ നേരിട്ട് കണ്ട് ഇത് ഇടപെടാത്തത്. തീർച്ചയായും പാകിസ്ഥാനിലുള്ള ഈ അസ്ഥിരത പാകിസ്ഥാനിൽ ഉടൻ തന്നെ ഈ രാജ്യം ചിഹ്ന ഭിന്നമായി പോകുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ POK ഭാരതത്തിന്റെ ഭാഗമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ കുറേയധികം ഈ പറയുന്നത് പോലെ ഭീകരവാദികൾക്കൊപ്പം തന്നെ പാകിസ്ഥാനെ തന്നെ വളരെ കൃത്യമായിട്ട് ഒറ്റുകൊടുക്കുന്ന സ്പൈ ഉണ്ട്. ആ സ്പൈ മൊസാദിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ വളരെ നിർണായകമായ ഓപ്പറേഷൻസ് നടത്തി വരികയാണ്. തീർച്ചയായും അതുകൊണ്ടൊക്കെ തന്നെ ഈ പ്രദേശത്തെ അടക്കി വെക്കുവാൻ പാകിസ്ഥാന് സാധിക്കുകയില്ല. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. പാകിസ്ഥാൻ ചിഹ്ന ഭിന്നമാകും. POK ഭാരതത്തോടൊപ്പം ചേരും.